Hi, let's continue with physics. SCRT syllabus, class 9. Capillarity. The best way to learn is to learn with examples. നമുക്ക് ഉദാഹരണ സഹിതം പഠിക്കുന്നതാണ് ഏറ്റവും എളുപ്പ വഴി പഠിക്കാൻ. Take two tubes, രണ്ട് ടെസ്റ്റ് ട്യൂബ് എടുക്കുക. One containing water, another containing mercury. ഒന്നില് വെള്ളവും ഒന്നില് മെർക്കുറിയും. Dip the capillary tube in each. രണ്ടിലും capillary tube വെക്കുക. The rising of water in the tube against gravitation or against the weight of water is known as capillary rise. അപ്പം നമുക്ക് കാണാം വെള്ളത്തിൽ കുറച്ച് റൈസ് ചെയ്യുന്നത് അതാണ് അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ capillary rise എന്ന് പറയുന്നത്. The depression of liquid in a tube is known as capillary depression. എന്നാൽ മെർക്കുറിന്റെ കേസ് അങ്ങനെയല്ല. അപ്പോൾ അത് താഴോട്ടാണ് പോകുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് capillary depression. Thus the rise or depression of a liquid in a narrow tube is known as capillarity. അതിനെയാണ് capillarity എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ ഉയർച്ചയോ താഴ്ചയോ ലിക്വിഡിന്റെ ഉയർച്ചയോ താഴ്ചയോ ഒരു നാരോ ട്യൂബിൽ തന്നെയാണ് നമ്മൾ capillarity എന്ന് പറയുന്നത്. Surface tension, cohesive and adhesive forces. Due to the mutual attraction of the molecules on the surface of water, the surface is stretched like a membrane. The force responsible for this is called surface tension. The attraction between molecules of the same type is known as cohesive force. Attractive force between the different types of molecules is called adhesive force. ആദ്യം നമ്മൾ പഠിക്കുന്നത് സർഫസ് ടെൻഷനാണ്. മ്യൂച്വൽ അട്രാക്ഷൻ ഓഫ് ദ മോളിക്യൂൾസ്. നമുക്കറിയാം ഏതൊരു സബ്സ്റ്റൻസ് ആണെങ്കിൽ കുറേ മോളിക്യൂൾസ് ഉണ്ട് അതിൽ. മ്യൂച്വൽ അട്രാക്ഷൻ ഓഫ് ദ മോളിക്യൂൾസ് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ. വെള്ളത്തിന്റെ സർഫസിൽ സർഫസ് ഇസ് സ്ട്രെച്ച്ഡ് ലൈക്ക് എ മെംബ്രെയിൻ അല്ലേ. അപ്പൊ വെള്ളത്തിന്റെ സ്ട്രെച്ച് മേലെ നമ്മൾ നോക്കി എപ്പോഴും കാണാം സർഫസ് സ്ട്രെച്ച് ലൈക്ക് എ മെമ്പർ. ദ ഫോഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദിസ് ഇസ് കോൾഡ് സർഫസ് ടെൻഷൻ. ഈ ഒരു ചെറിയൊരു സ്ട്രെച്ചിങ് കാണുന്നതിന്റെ അതിന്റെ ഫോഴ്സ് അതിന്റെ പിന്നിൽ എന്താണ് ശക്തി? സർഫസ് ടെൻഷൻ ആണ്. ദ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ഓഫ് ദ സെയിം ടൈപ്പ് ഇസ് കോൾഡ് കൊഹസീവ് ഫോഴ്സ്. ഒരേപോലത്തെ മോളിക്യൂൾസിന്റെ അട്രാക്ഷൻ പറയുന്ന പേരാണ് കൊഹസീവ് ഫോഴ്സ്. അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ്. വ്യത്യസ്തമായ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിന്റെ പേരാണ് adhesive force. Surface tension occurs due to cohesive force. Cohesive force പറഞ്ഞാൽ same type of molecules. Capillary rise occurs when adhesive force is greater than cohesive force. Capillary rise എപ്പോഴാണ് occur ചെയ്യുന്നത്? adhesive force greater than cohesive force ആവുമ്പോൾ. Capillary depression occurs when cohesive force is greater than adhesive force. Cohesive force എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു ഒരേപോലത്തെ മോളിക്യൂൾസ്, സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസ്. adhesive force എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസിന്റെ അട്രാക്ഷനെയാണ്. അപ്പൊ കാപ്പിലറി റൈസ് എന്ന് പറയുന്നത് എന്താ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസിന്റെ അട്രാക്ഷൻ കൂടുകയാണ് എന്തിനേക്കാൾ? സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസിന്റെ അട്രാക്ഷനേക്കാളും. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസിന്റെ അട്രാക്ഷൻ കൂടുമ്പോഴാണ് കാപ്പിലറി റൈസ് ഒക്കർ ചെയ്യുന്നത്. എന്നാൽ കാപ്പിലറി ഡിപ്രഷൻ എപ്പോഴാണ് ഒക്കർ ചെയ്യുന്നത്? സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് is greater than adhesive force ആവുന്ന സമയത്ത്. when the diameter of the tube decreases. വേറൊരു സിറ്റുവേഷൻ എന്താ? ട്യൂബിന്റെ ഡയമീറ്റർ ഡിക്രീസ് ചെയ്യുമ്പോൾ the weight of the liquid in the tube decreases. when the diameter of the tube decreases, weight of the liquid in the tube decreases. വിസ്തീർണം കുറയുന്നുണ്ടല്ലോ. so the capillary rise increases. here the adhesive force is greater than cohesive force. In bigger tube, diameter of the tube increases and the volume of the tube increases. Weight of the liquid increases. അടുത്തത് viscous force ആണ്. Take a glass plate. ഒരു glass plate എടുക്കുക. Place 1 drop of kerosene, water, glycerin and honey in a straight line on the glass plate. ഒരു glass plate എടുത്തിട്ട് ഒരു drop kerosene, ഒരു drop വെള്ളം, ഒരു drop glycerin, ഒരു drop honey അതിന്റെ മേലെ ഉറ്റിക്കുക. Tilt the glass plate slightly. ചെറുങ്ങനെ ഒന്ന് ഇളക്കുക. Find out the speed of flow of the liquid. ആ ലിക്വിഡിന്റെ ഈ പല ലിക്വിഡ് ഒഴിച്ചിട്ടുണ്ടല്ലോ, ഈ ലിക്വിഡിന്റെ സ്പീഡ് ഓഫ് ഫ്ലോ ശ്രദ്ധിക്കുക. Here water flows faster than honey and glycerin. Here friction occurs due to glass plate. Moreover, there are frictional force between layers of the liquid. This frictional force opposes the flow of liquids. ഇവിടെ frictional force ഒക്കർ ചെയ്യുന്നുണ്ട്. എവിടെ? ബിറ്റ്വീൻ ലെയേഴ്സ് ഓഫ് ദ ലിക്വിഡിന്റെ ഇടയിലാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഒക്കർ ചെയ്യുന്നത്. ദിസ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഒപ്പോസസ് ദ ഫ്ലോ ഓഫ് ലിക്വിഡ്സ്. അതിനെ
oppose ചെയ്യുന്നുണ്ട്. Between the layers of a liquid in motion, there is a frictional force parallel to the layers which try to prevent the relative motion between the layers. This frictional force is called viscous force. ഈ frictional forceനെയാണ് നമ്മൾ viscous force എന്ന് പറയുന്നത്. Viscosity is the characteristic property of the liquid to oppose relative motion between the different layers. Greater viscosity ഏതിനൊക്കെയാണ്? ഇവിടെ തന്നിട്ടുണ്ട് ഒരു ടേബിൾ. ഗ്രേറ്റർ വിസ്കോസിറ്റി, ലെസർ വിസ്കോസിറ്റി. ഹണിക്ക് ഗ്രേറ്റർ വിസ്കോസിറ്റി ആണ്. ഗ്ലിസറിൻ, സിറപ്പ്, മോട്ടോർ ഓയിൽ ഇതൊക്കെ ഗ്രേറ്റർ വിസ്കോസിറ്റി ഉള്ള ലിക്വിഡ്സ് ആണ്, ഫ്ലൂയിഡ്സ് ആണ്. ലെസർ വിസ്കോസിറ്റി, വാട്ടർ, കെറസിൻ, ഗ്യാസോലിൻ. Liquids of greater viscosity are viscous liquids and liquids of lesser viscosity are mobile liquids. വെള്ളത്തിന് നമ്മളൊരു മൊബൈൽ ലിക്വിഡ്സ് എന്ന് പറയാം, കെറസിനെ മൊബൈൽ ലിക്വിഡ്സ് എന്ന് പറയാം, ഗ്യാസോലിനെ മൊബൈൽ ലിക്വിഡ്സ് എന്ന് പറയാം. എന്നാൽ ഹണീനെ നമ്മൾ എന്ത് പറയുന്നു? വിസ്കസ് ലിക്വിഡ്സ് എന്ന് പറയുന്നു. ഗ്ലിസറിനെ വിസ്കസ് ലിക്വിഡ്സ് എന്ന് പറയുന്നു. സിറപ്പ് അല്ലെങ്കിൽ മോട്ടോർ ഓയിൽ ഇതിനൊക്കെ നമ്മൾ എന്ത് പറയുന്നു? വിസ്കസ് ലിക്വിഡ്സ്. The person with electric shock should be massaged properly. Why? ഒരാൾക്ക് ഇലക്ട്രിക് ഷോക്ക് അടിച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ ആളിനെ നല്ലോണം മസാജ് ചെയ്യണം. എന്തുകൊണ്ടാ? When temperature increases, the viscosity of the fluids decreases. അപ്പം നമ്മളിപ്പോൾ ഹണി ചൂടാക്കുന്ന ഒരു കേസ് ആണെങ്കിൽ എന്താ? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ വിസ്കോസിറ്റി ഓഫ് ഹണി ഡിക്രീസ്. The body temperature of a person who gets electric shock falls suddenly. ഒരു പെട്ടെന്ന് ഒരാൾക്ക് ഇലക്ട്രിക് ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ അയാൾ പെട്ടെന്ന് നിലത്ത് വീണു പോകണം. ആസ് എ റിസൾട്ട് വിസ്കോസിറ്റി ഓഫ് ദ ബ്ലഡ് ഇൻക്രീസസ്. ഇലക്ട്രിക് ഷോക്ക് കാരണം ബ്ലഡിന്റെ വിസ്കോസിറ്റി കൂടുന്നു. സോ ദ സ്പീഡ് ഓഫ് ഫ്ലോ ഓഫ് ദ ബ്ലഡ് ഡിക്രീസസ്. അപ്പൊ വിസ്കോസിറ്റി കൂടുമ്പോൾ ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നതിന്റെ സ്പീഡ് കുറയും. ഇറ്റ് ലീഡ്സ് ടു ഹാർട്ട് അറ്റാക്ക്. അതെന്ത് സംഭവിക്കുന്നു? ഹാർട്ട് അറ്റാക്കിന് കാരണമൊരുക്കുന്നു. When massage the body becomes warm. അപ്പൊ അതുകൊണ്ട് നമ്മൾ മസാജ് ചെയ്യണം, ബോഡീനെ നല്ലോണം മസാജ് ചെയ്യണം. അപ്പൊ ചൂടാവും. ആൻഡ് ദ വിസ്കോസിറ്റി ഓഫ് ദ ബ്ലഡ് കംസ് ടു നോർമൽ ലെവൽ. അപ്പൊ വിസ്കോസിറ്റി, ബ്ലഡിന്റെ വിസ്കോസിറ്റി നോർമൽ ലെവലിലേക്ക് എത്തും. സോ ദ പേഴ്സൺ ഓവർകംസ് എ ഡേഞ്ചറസ് സിറ്റുവേഷൻ. അതുകൊണ്ട് എന്താ? ഡേഞ്ചറസ് സിറ്റുവേഷൻ ഓവർകം ചെയ്യുന്നുണ്ട്. സ്റ്റേ സേഫ് ആൻഡ് കീപ് ലേണിംഗ്.